അൻസിബയും ജാസ്മിനും നോറയും തമ്മിൽ നല്ല പൊരിഞ്ഞാടി നടക്കുകയാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ എല്ലാവരും ചേർന്ന് ജയിൽ നോമിനേഷന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രകോപിതയായ ജാസ്മിൻ എല്ലാവരോടും തർക്കിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ജാസ്മിന്റെ ടീമിൽ ജിൻഡോ, അൻസിബ, ജാസ്മിൻ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടീമിൽ ആള് കുറവായിരുന്നിട്ടും ജിൻഡോയും അൻസിബയും മാത്രമായിരുന്നു വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മിക്ക സമയത്തും ഗബ്രിയുടെ അടുത്ത് പോയി സംസാരിക്കാനും ഗബ്രിയുടെ അടുത്ത് പോയി പിണങ്ങാനും ഗബ്രിയുടെ അടുത്ത് പോയി ഇണങ്ങാനും അങ്ങനെ സമയം കളയായിരുന്നു ജാസ്മിൻ. ഈ വീക്ക് തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു ജാസ്മിന് പനിയുണ്ടായിരുന്നു. ആ റീസൺ കൊണ്ടല്ല ജാസ്മിൻ മറ്റ് ദിവസങ്ങളിലെല്ലാം മാറി നിന്നത്. പിറ്റേ ദിവസം തൊട്ട് ഗബ്രിയുമായിട്ട് പോയി റിലേഷൻഷിപ്പിന്റെ ക്ലാരിറ്റി ചോദിക്കലും അങ്ങനെ ഒരു ഡ്രാമ കളിക്കലും അതിനുള്ള സ്പേസ് ആയിരുന്നു ജാസ്മിൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കുറെ തവണ ക്യാപ്റ്റനായ ശ്രീതു പോയി വിളിച്ചിട്ടാണ് ഒരു തവണയെങ്കിലും കിച്ചണിലേക്ക് ജാസ്മിൻ വരുന്നത്. കഴിഞ്ഞ വീക്ക് ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം ഫുൾ ടൈം കിച്ചണിലെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് അൻസിബയാണ്. ഗബ്രിയുമായിട്ട് പോയി സംസാരിക്കുക, വഴക്കിടുക, കട്ടില് പോയി കിടക്കുക, കരയുക, ഇത് തന്നെയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി അവർക്ക് ചെയ്യാതിരിക്കാം. ആ വീട്ടിൽ എല്ലാവരും അവരവർക്ക് കൊടുത്ത ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ജാസ്മിനെ ഒഴിച്ച്. അൻസിബ ഒറ്റയ്ക്ക് കടന്ന കിച്ചണിൽ ജോലി ചെയ്യുന്നത് ആ വീട്ടിൽ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ജോലി ചെയ്യാത്തതും എല്ലാവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജാസ്മിൻ ജോലി ചെയ്യാത്തതുകൊണ്ട് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നോറ പറയുന്നുണ്ട് ഇത്രയും ദിവസം ഒരാൾ മാത്രം അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ജാസ്മിൻ സുഖമായിട്ടിരിക്കുമായിരുന്നു, ഇനി സുഖമായിട്ട് പോയി ജയിലിലും കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ ശ്രീതുവും ജാസ്മിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അൻസിബയും ജാസ്മിനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു. അൻസിബേനെ സഹായിക്കാനായിട്ടല്ല ജാസ്മിൻ അവിടെ നിൽക്കുന്നത്, ജാസ്മിനും അവിടെ ജോലി ചെയ്യേണ്ട ഒരാളാണ്. ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് ഇതിൽ പ്രകോപിതയാവുന്ന ജാസ്മിൻ അൻസിബയോടും നോറയോടും ഒക്കെ കയർക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോറ തിരിച്ച് ശരിക്കും മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.